ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോഗ്രാമബിൾ ഇൻ്റർവെൽ ടൈമർ അല്ലെങ്കിൽ 8254 ഉണ്ട്, 8253യും നമ്മൾ യൂസ് ചെയ്യാറായിട്ട് ഉണ്ട്. അപ്പം എന്താണ് ഈ ഒരു സംഭവം? ഇത് ഇൻറ്റലിൻ്റെ ആണ് 8254 എന്ന് പറയുന്നത്. ഇത് ടൈമിംഗ് അല്ലെങ്കിൽ കൗണ്ടിങ് ഫങ്ഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. ഇവിടെ 3 ഇൻഡിപെൻഡൻറ്റ് 16 ബിറ്റ് രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ 16 ബിറ്റ് കൗണ്ടേഴ്സാണ് നമുക്ക് ഉള്ളത്. ഇവിടെ ഓരോ കൗണ്ടറിനും, അപ്പം 3 കൗണ്ടേഴ്സാണ് നമുക്കുള്ളത്, ഓരോന്നും 16 ബിറ്റാണ്. ഓരോ കൗണ്ടറിനും 2 ഇൻപുട്ട് പിൻസ് ഉണ്ട്, ക്ലോക്ക് പിന്നും ഉണ്ട്, ഗേറ്റ് പിന്നും ഉണ്ട്. അപ്പം ഇത് ഇൻപുട്ട് പിൻസ്. ഒരു ഔട്ട്പുട്ട് പിന്നുണ്ട്. ആ ഒരു ഔട്ട്പുട്ട് പിൻ എന്ന് പറയുന്നത് നമ്മൾ ഔട്ട് എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, ഇറ്റ്സ് ആൻ ഔട്ട്പുട്ട് പിൻ. ഇവിടെ ഈ ഒരു കൗണ്ടർ എന്ന് പറയുന്നത് ക്ലോക്ക് ഇൻപുട്സിനെ അപ് ടു 10 MHz ക്ലോക്ക് ഇൻപുട്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കൗണ്ടറിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു കൗണ്ടറിലോട്ട് നമ്മൾ 16 ബിറ്റ് കൗണ്ടിനെ നമ്മൾ രജിസ്റ്ററിൽ ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഓരോന്നിനനുസരിച്ച് ഇത് ഡിക്രിമെൻ്റ് ചെയ്ത് ഓരോ കൗണ്ടിനനുസരിച്ച് ഡിക്രിമെൻ്റ് ചെയ്ത് വരും. 0 എത്തുമ്പോഴത്തേനും നമ്മളൊരു പൾസ് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, വിച്ച് ഗോസ് ടു ദി CPU. ഈ ഒരു 8253 അല്ലെങ്കിൽ 8254ൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ആസ് മെൻഷൻ ബിഫോർ, 16 ബിറ്റ് ഡൗൺ കൗണ്ടേഴ്സാണ് ഉള്ളത്. 10 MHz വരെ നമുക്ക് ഇൻപുട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ ഒരു കൗണ്ടേഴ്സിനെ നമുക്ക് ഐദർ ബൈനറി ആയിട്ടോ അല്ലെങ്കിൽ BCD കൗണ്ടറായിട്ടും നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ 8254 ഒരു പർട്ടിക്കുലർ കമാൻഡ് ഉണ്ട്. ആ കമാൻഡിൻ്റെ പേര് റീഡ് ബാക്ക് കമാൻഡ്. ഈ ഒരു കമാൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ കൗണ്ടിൻ്റെ വാല്യൂ, പ്രോഗ്രാമിംഗ് മോഡ്, എന്ത് മോഡാണ് നമ്മൾ കറണ്ട് യൂസ് ചെയ്യുന്നത്, ഇപ്പോഴത്തെ കൗണ്ടറിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ് എന്നീ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി, അതായത് കറണ്ട് സ്റ്റാറ്റസിനെ വൃത്തിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു റീഡ് ബാക്ക് കമാൻഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ഈ ഒരു 8254ൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത എലിമെൻറ്റ്സ് തന്നെയാണ് നമുക്കിവിടെയും വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മളുടെ ഡേറ്റാ ബസ് ബഫറാണ്. ഡേറ്റാ ബസ് ബഫർ എന്താണ്? നമ്മൾ ഓൾറെഡി പ്രീവിയസ് മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഡേറ്റാ ബസ് ബഫർ എന്ന് പറയുന്നത് ബൈഡയറക്ഷണൽ ആണ്, 8 ബിറ്റ് ബഫറാണ്. എന്താണ് ഇവർ ചെയ്യുന്നത്? നമ്മളുടെ മൈക്രോ പ്രോസസ്സറിനെ നമ്മളുടെ ഈ ഒരു ക്ലോക്കിനെ, നമ്മളുടെ ഈ ഒരു കൗണ്ടറിനെ 8254നെ സിസ്റ്റം ബസ്സുമായിട്ട് ലിങ്ക് ചെയ്യുവാണ് ചെയ്യുന്നത്. എന്ത്? ഡേറ്റാ ബസ് ബഫർ ചെയ്യുന്നത്. റീഡ് റൈറ്റ് ലോജിക്ക് 5 സിഗ്നൽസ് ആണ് ഉള്ളത്. നമ്മൾ താഴോട്ട് പറയുന്നതായിരിക്കും. ആ ഒരു 5 സിഗ്നൽസിനെ മാനേജ് ചെയ്ത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഈസി ആക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. കൺട്രോൾ വേർഡ് രജിസ്റ്റർ അറിയാം, കൺട്രോൾ വേർഡ്സിന് വേണ്ടിയിട്ടുള്ളത് 3 കൗണ്ടേഴ്സാണ് നമുക്കുള്ളത് അല്ലേ? 16 ബിറ്റുള്ള 3 കൗണ്ടേഴ്സാണ് നമുക്കുള്ളത്. ക്ലോക്ക് ഉണ്ട്, ക്ലോക്ക്, ഗേറ്റ് എല്ലാം ഇൻപുട്ട് സിഗ്നലും ഈ ഔട്ട് എന്ന് പറയുന്നത് നമുക്ക് കൗണ്ടറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് സിഗ്നലും ആണ്. ഈ ഒരു പിൻ ഡയഗ്രാം അല്ലെങ്കിൽ പിൻ ഡിസ്ക്രിപ്ഷൻ ഇറ്റ് ഇസ് ഓഫ് നമ്മളുടെ 8253 8254. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ പിൻസ് തന്നെയാണ് ഇവിടെ വരുന്നത്. CS ചിപ്പ് സെലക്ട് ലോ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് MP മൈക്രോ പ്രോസസ്സർ ടു 8254 കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യും. അതായത് ചിപ്പ് സെലക്ട് ഹൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷനും നടക്കത്തില്ല. WR RD റീഡ് റൈറ്റ് നമ്മളുടെ ഡേറ്റ കൗണ്ടറിൽ നിന്നും നമ്മൾ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RD. അതായത് നമ്മുടെ കൗണ്ടറിൻ്റെ വാല്യൂ അറിയാൻ വേണ്ടിയിട്ടാണ് RD. കൗണ്ടറിലോട്ട് ഇൻഫർമേഷൻ ലോഡ് ചെയ്യുന്നതാണ് റൈറ്റ് ഓപ്പറേഷൻ വരുന്നത്. A0 A1 എന്ന് പറയുന്നത് അഡ്രസ് ബസ്സുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ഏത് കൗണ്ടറിന് വിച്ച് കൗണ്ടർ ടു ചൂസ് എന്നുള്ളതായിരിക്കും നമ്മളുടെ A1 A0യിൽ നമ്മൾ പറയുന്നത്. ഇനി ഓരോ കൗണ്ടേഴ്സിൻ്റെയും പിൻസാണ്. ക്ലോക്ക് ഔട്ട് ഗേറ്റ്, ഇവിടെയും ക്ലോക്ക് ഔട്ട് ഗേറ്റ്, ഇവിടെ ക്ലോക്ക് ഔട്ട് ഗേറ്റ്. ഇത് 0th കൗണ്ടർ, ഫസ്റ്റ് കൗണ്ടർ, സെക്കൻഡ് കൗണ്ടറിൻ്റെ.
VCC നമ്മളുടെ വോൾട്ടിനുള്ളത്. D0 to D7 നമ്മളുടെ ഡേറ്റ ലൈൻസ് ആണ്. ട്രൈ സ്റ്റേറ്റ് ബൈ ഡയറക്ഷണൽ ഡേറ്റ ബസ് ആണ് വരുന്നത്. ബൈ ഡയറക്ഷണൽ ഡേറ്റ ബസ് ആണ് വരുന്നത് 8254 സിസ്റ്റം ബസ്സുമായിട്ട് ഇൻ്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അഗൈൻ ക്ലോക്ക് ഉണ്ട്. ക്ലോക്ക് സിഗ്നൽസിന് ഗേറ്റ് ടെർമിനൽസ് ആൻഡ് ഔട്ട്പുട്ട് ടെർമിനൽസ് ആണ്. ആർക്കിടെക്ചറിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഡേറ്റ ബസ് ബഫർ എഗെയിൻ 3 ഫങ്ഷണാലിറ്റീസ് ആണ് നമ്മൾ ഡേറ്റ ബസ് ബഫറിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആദ്യമേ മോഡ് ഡിസൈഡ് ചെയ്യുക, അല്ലെങ്കിൽ മോഡ് പ്രോഗ്രാം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഡേറ്റേനെ ലോഡ് ചെയ്യുക. എങ്ങോട്ട്? ടു കൗണ്ടർ രജിസ്റ്റേഴ്സ്. അത് കഴിഞ്ഞിട്ട് റീഡ് ദ വാല്യൂ. അപ്പം ഇതിനൊക്കെയായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, ഈ ഒരു 3 ഫങ്ഷൻസിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഡേറ്റ ബസ് ബഫർ എന്ന് പറയുന്നത്. റീഡ് റൈറ്റ് ലോജിക്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 സിഗ്നൽസ് ആണ് റീഡ് റൈറ്റ് ലോജിക്കിനുള്ളത്. റീഡ്, റൈറ്റ്, ചിപ്പ് സെലക്ട്, A0, A1. പെരിഫറൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ IOR, IOW പോലത്തെ പിൻസിലോട്ടായിരിക്കും കണക്ട് ചെയ്യുക. മെമ്മറി മാപ്ഡ് ആണെന്നുണ്ടെങ്കിൽ മെമ്മറി റീഡ് ആൻഡ് മെമ്മറി റൈറ്റ് പിൻസിലോട്ടായിരിക്കും നമ്മൾ കണക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു നമ്മളുടെ കൗണ്ടറിൽ നിന്നും ഡേറ്റേനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ഇൻ ആൻഡ് ഔട്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് അല്ലേ. പോർട്ടിൽ നിന്നും റേഡിയോ പോർട്ടിലോട്ട് റൈറ്റ് ചെയ്യുക എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മളിങ്ങനെ മോഡ്യൂൾ 2 നോക്കിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അപ്പം അതങ്ങനെയാണ് വരുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു A0, A1 അഡ്രസ് ലൈൻസ് ആണ് അല്ലേ. എവിടെയാണ്? A0, A1 അഡ്രസ് ലൈൻസ് ആണ്. ഇറ്റ് ചൂസസ് വിച്ച് കൗണ്ടർ. 0 ആണെന്നുണ്ടെങ്കിൽ കൗണ്ടർ 0യും, 01 ആണെന്നുണ്ടെങ്കിൽ കൗണ്ടർ 1ഉം, 10 ആണെന്നുണ്ടെങ്കിൽ കൗണ്ടർ 2ഉം, 11 ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ വേർഡ് രജിസ്റ്ററുമായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഒന്നുമില്ലാത്ത, ഇപ്പോൾ ഡോണ്ട് കെയർ ആണെങ്കിൽ നോ സെലക്ഷൻ വിൽ ബി ടേക്കൺ. ഇനി കൺട്രോൾ വേർഡ് രജിസ്റ്റർ ഉണ്ട് നമുക്ക്. കൺട്രോൾ വേർഡ് രജിസ്റ്റർ എന്തിനാണുള്ളത്? കൺട്രോൾ വേർഡ് രജിസ്റ്റർ 8-bit രജിസ്റ്റേഴ്സ് ആണ്. അപ്പം ഇവിടെ നമ്മുടെ കൺട്രോൾ വേർഡിൻ്റെ സെലക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ലാസ്റ്റ് 2 അത് B വേണ്ട, നിങ്ങൾക്ക് D ആയിട്ട് തന്നെ എടുക്കാം. നിങ്ങൾ D ആയിട്ട്, നമ്മൾ മറ്റേത് D ആയിട്ടല്ലേ പഠിച്ചപ്പോൾ ഇതും D ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ. D7, D6 എന്ന് പറയുന്നത് ഏത് കൗണ്ടറിനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് നമ്മളുടെ A1ൻ്റെയും A0യുടെയും വാല്യൂസ് ആയിരിക്കും നമ്മളിവിടെ D7, D6 കാണാനായിട്ട് സാധിക്കുന്നത്. D5, D4 ഇത് വരുന്നത് നമ്മൾ റീഡ് റൈറ്റ് ഓപ്പറേഷൻ റിലേറ്റഡ് ആണ്. ലോഡ് ചെയ്യുവാണോ, ഡേറ്റ അങ്ങോട്ട് ലോഡ് ചെയ്യുവാണോ, അതോ നമ്മൾ അവിടെ നിന്ന് റീഡ് ചെയ്യുവാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിന് എഗെയിൻ കൗണ്ടർ ലാച്ച് കമാൻഡ് ഉണ്ട്. റീഡ് റൈറ്റ് ഉള്ളി ദി LSB, MSB അല്ലെങ്കിൽ ടോട്ടലായിട്ട്. കൗണ്ടർ ലാച്ച് കമാൻഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റീഡിങ് നടക്കുന്ന സമയത്ത് നമ്മളുടെ കൗണ്ട് മാറത്തില്ല. അതായത് ഇപ്പം എൻ്റെ 5, 4 ഇവിടെ ഞാൻ റീഡ് ചെയ്യുവാന്ന് വിചാരിക്കുക. അപ്പം റീഡ് ചെയ്യുമ്പോഴത്തേനും ഇതിവിടെ 4 തന്നെ ലാച്ച് ചെയ്ത് കിടക്കും, സസ്റ്റെയിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് 3, 2 എന്ന് പറഞ്ഞത് പോകും. അപ്പം അല്ലാണ്ട് കൗണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകത്തില്ല, ഇത് ലാച്ച് ചെയ്ത് കിടക്കും നമ്മുടെ റീഡിങ് കംപ്ലീറ്റ് ആവുന്നോടം വരെ. M2, M1, M0 മോഡിനെ സെലക്ട് ചെയ്യും. നമ്മളുടെ 8254 നമുക്ക് 6 മോഡാണുള്ളത്. നമ്പറിങ് ഫ്രം മോഡ് 0 ടു മോഡ് 5. അതിലേത് മോഡിനെ സെലക്ട് ചെയ്യണം എന്നുള്ളതായിരിക്കും ഈ ഒരു 3 കൺട്രോൾ സിഗ്നൽസും ഡിസൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് BCD ആണോ ബൈനറി കൗണ്ട്. ഞാൻ പറഞ്ഞു 2 ടൈപ്പ് ഓഫ് കൗണ്ടർ നമുക്ക് പോസിബിൾ ആണെന്നല്ലേ. അപ്പോൾ BCD ആണോ ബൈനറി കൗണ്ട് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇവിടെ എഗെയിൻ റൈറ്റ് ഓപ്പറേഷൻ, റീഡ് ഓപ്പറേഷൻ്റെ കൊടുക്കുന്നുണ്ട്. CS എല്ലാം 0 വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു ഓപ്പറേഷൻസ് പോസിബിൾ ആവത്തുള്ളൂ. 1 വരുമ്പോഴത്തേനും നമുക്ക് നടക്കത്തില്ല. റീഡ് 1 ആകുമ്പോഴത്തേനും നമ്മളുടെ റൈറ്റ് ഓപ്പറേഷൻ ആയിരിക്കും ഇവിടെ നടക്കുന്നത്. ഇത് പിന്നിനെ സെലക്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. RD 0 ആകുമ്പോൾ W1 ആവും. അപ്പോൾ നമ്മൾ നമ്മളുടെ കൗണ്ടറിലോട്ട് റീഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. കൗണ്ടറിൽ നിന്നും വാല്യൂ റീഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. 1 വരുമ്പോഴത്തേനും നോ ഓപ്പറേഷനാണ് ഇവിടെ വരുന്നത്.
സോ ഇത് ഈ നേരത്തെ മേളിൽ കൊടുത്ത സെയിം സാധനം തന്നെയാണ് ഞാൻ താഴോട്ട് കൊടുത്തേക്കുന്നത്. അത് കുറച്ചുകൂടി ഒരു സ്ട്രക്ചേർഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് ഈ ഒരു സംഭവം എഴുതി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, ടേബിൾ ഫോമാറ്റിലൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ. നേരത്തെ പറഞ്ഞൊരു സംഭവമാണ് കൗണ്ടർ ലാച്ച് കമാൻഡ്. അതായത് നമ്മളൊരു കൗണ്ട് ലാച്ചായി തന്നെ കിടക്കും അൺടിൽ വി റീഡ് ദി ഔട്ട്പുട്ട്. ഈ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് രണ്ടായിട്ട് റീഡ് ചെയ്യാനായിട്ട് പറ്റും. ലോവർ ബൈറ്റായിട്ട് അല്ലെങ്കിൽ ഹയർ ഓർഡർ ബൈറ്റായിട്ട്, അല്ലെങ്കിൽ ഒരുമിച്ച് നമുക്ക് റീഡ് ചെയ്യാനായിട്ട് പറ്റും. ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ റീഡ് ബാക്ക് കമാൻഡ് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തതായിരുന്നു. നമ്മളുടെ ആ ഒരു കൗണ്ടറിൻ്റെ വാല്യൂസ് അറിയാൻ വേണ്ടിയിട്ട്, കൗണ്ട് വാല്യൂ, പ്രോഗ്രാം മോഡ്, കറണ്ട് സ്റ്റാറ്റസ്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ റീഡ് ബാക്ക് കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്.